ഇറാൻ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഭാരതീയൻ കൊല്ലപ്പെട്ടു. ഇറാൻ കപ്പലിലെ ജീവനക്കാരനാണ് കൊല്ലപ്പെട്ട ഭാരതീയനെന്നാണ് വിവരം. ഒമാനിൽ നിന്നും ഇറാനിലേക്ക് കടക്കവെയാണ് കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ഐസൻ ജോസ് ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങളുമായി. ഐസൻ, അമേരിക്കൻ ആക്രമണത്തിലാണ് ഭാരതീയൻ കൊല്ലപ്പെട്ടത്. എപ്പോഴാണ് ഈ ഒരു ആക്രമണമുണ്ടായത്? മറ്റ് വിശദാംശങ്ങൾ കൂടി. അല്പസമയം മുമ്പാണ്, ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇറാൻ തീരത്തേക്ക്, ഇറാൻ്റെ ഒരു പോർട്ടിലേക്ക് കടക്കാൻ ഒമാനിൽ നിന്നും ഒമാൻ കടലിടുക്കിൽ നിന്നും ഇറാനിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഈ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുകയായിരുന്നു. 2 ഓയിൽ ടാങ്കറുകൾക്ക് നേരെയാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായൊരു ആക്രമണം തന്നെയാണ് നടന്നതെന്നാണ് ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ദാരുണമായൊരു കാര്യം, ഭാരതത്തിൻ്റെ ഒരു ഭാരതീയൻ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ 2 കപ്പലുകളിലൊന്നിലെ ജീവനക്കാരനായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ടാങ്കറുകളെല്ലാം തന്നെ എണ്ണം നിറയ്ക്കാത്ത കാലിയായ ടാങ്കർ കപ്പലുകളായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആഘാതം ആ ആക്രമണത്തിൻ്റെ ഭാഗമായി ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആക്രമണം നടന്നു എന്ന് US സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ ആക്രമണത്തിന് പിന്നാലെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഇറാൻ്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. തുടർച്ചയായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ 2 ദിവസമായി ഹോർമുസിൽ തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഗൾഫ് ഒമാനിൽ നിന്നും ഇറാനിലേക്ക് ഒമാനിൽ നിന്നും വരുന്ന ആ കപ്പൽ ഇറാനിലൊരു പോർട്ടിലേക്ക് കടക്കുന്നതിനിടെ ഈ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. ആക്രമണം കുറേ കൂടി മാരകമാവുന്ന ഒരു ആഘാതമായി മാറിയേക്കാവുന്നൊരു സാഹചര്യം ഈ കാലിയായ ടാങ്കറുകളായതുകൊണ്ട് തന്നെ ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഭാരതീയനൊരാൾ കൊല്ലപ്പെട്ടത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് ഏത് സംസ്ഥാനത്തുള്ള വ്യക്തിയാണ് എന്ന് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. മറ്റു ചില സൂചനകളും ഇപ്പോൾ വരുന്നുണ്ട് എങ്കിൽ കൂടി ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഏത് നാട്ടുകാരനാണ് കൊല്ലപ്പെട്ട ഭാരതീയൻ എന്നത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. സുരേഷ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകി.